സംസ്ഥാനത്തിന്റെ വ്യവസായ വളർച്ചയ്ക്ക് കരുത്തേകുന്ന പാലക്കാട് കഞ്ചിക്കോട് വ്യവസായ മേഖലയിലേക്കുള്ള പ്രധാന പ്രവേശനപാത ഇന്ന് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. മാസങ്ങളായി നടക്കുന്ന അറ്റകുറ്റപ്പണികൾ ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പാതി വഴിയിൽ ഉപേക്ഷിച്ചതായിട്ടാണ് ആക്ഷേപം. കാലവർഷം കൂടി എത്തിയതോടെ വലിയ ദുരിതത്തിലാണ് വ്യവസായികളും യാത്രക്കാരും. കഞ്ചിക്കോട് പാറപ്പിരിവ് മുതൽ മേനോൻപാറ വരെയുള്ള റോഡ് സംസ്ഥാനത്തെ പ്രധാന വ്യവസായ മേഖലകളിലൊന്നിലേക്കുള്ള ജീവധാരയാണ്. നൂറുകണക്കിന് ചെറുകിട വൻകിട വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഈ പാതയിലൂടെയാണ് ചരക്ക് വാഹനങ്ങളും മറ്റും കടന്നുപോകുന്നത്. റോഡിന്റെ നവീകരണം മാസങ്ങളായി നിലച്ചതോടെ യാത്ര ദുരിതപൂർണമായി മാറിയിരിക്കുകയാണ്. ഇവിടെ 35 കൊല്ലമായിട്ട് ഈ മേഖലയിൽ വണ്ടി ഓട്ടുന്നതാണ്. ഏറ്റവും സ്റ്റീൽ പ്ലാന്റ് ഉള്ളത് ഈ കഞ്ചിക്കോട് മേഖലയിലാണ്. ഇപ്പോഴാണ് ITI BML ഒക്കെ ഇപ്പോഴാണ് വന്നത്. അപ്പോൾ ഈ ദുരന്തങ്ങളൊന്നും മാറ്റി കിട്ടാനുള്ളത് നോക്കണം. ഞാൻ പിന്നെ വണ്ടി വെച്ചിട്ട് എന്തെങ്കിലും സെക്യൂരിറ്റി പണിക്ക് പോകേണ്ട വരുമോ നോക്കണം. നമുക്ക് ഓട്ടം പോയിട്ട് വന്നാൽ ഒരു 2 പ്രാവശ്യം പോയിട്ട് വന്ന് പറഞ്ഞാൽ ഒരു 1500 രൂപ പിന്നി സെറ്റ് പോകും. അത് ഈ വിൽക്കുന്ന വിലവാസിയിൽ നമുക്ക് ഈ ഓട്ടം വരാണ്ടിരിക്കുകയാണ്. അത് കാരണം ജനങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം വിളിച്ചാൽ പോലും നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഒരു വാഹനം പോലും ഇപ്പോൾ ആട്ടോറിക്ഷ വിളിച്ചാൽ അങ്ങോട്ട് വരില്ല. ഇപ്പോൾ 2-3 കിലോമീറ്റർ അങ്ങോട്ട് വിളിച്ചാൽ ഈ കാംകോവിൻ്റേതല്ല, അവിടെ BML വരെ ആട്ടോറിക്ഷ വിളിച്ചാൽ വരാത്തൊരവസ്ഥയാണ്. പലയിടത്തും റോഡ് പൊളിച്ച നിലയിലാണ്. മഴക്കാലം കൂടി എത്തിയതോടെ കുഴികളിൽ വെള്ളവും ചെളിയും നിറഞ്ഞിരിക്കുന്നതിനാൽ അപകടം പതിയിരിക്കുന്നു. ഗതാഗതക്കുരുക്കും പതിവാണ്. വ്യവസായ മേഖലയിലേക്കുള്ള പ്രധാന പാതയുടെ ഈ അവസ്ഥ ഉൽപാദന ഗതാഗത മേഖലയെയും ബാധിക്കുന്നതായി വ്യാപാരികളും സംരംഭകരും പറയുന്നു. 250-ലേറെ യൂണിറ്റുകൾ ഇവിടെ തൊഴിൽ സ്ഥാപനങ്ങളുണ്ട്. അതിൽ ജോലിക്കാരുടെ എണ്ണം പറയുകയാണെങ്കിൽ ഒരു 10,000 പേരോളം ഇവിടെ ജോലിക്കുണ്ട്. ഇവർക്കൊക്കെ സമയത്തിന് എത്തിപ്പെടാൻ പറ്റുന്നില്ല. കഞ്ചിക്കോടുന്ന് ഇൻഡസ്ട്രി ഏരിയയിലേക്ക് വരുന്ന സമയം മാക്സിമം ഒരു 10 മിനിറ്റ് വരെ അരമണിക്കൂർ ട്രാവൽ ചെയ്യണം. ഒരു കണ്ടെയ്നർ വന്ന് നമുക്ക് ആ ഷിപ്മെൻറ്റ് കയറുന്നതിന് ഒരു ടൈം പീരീഡ് ഉണ്ട്. ഇവിടെ നിന്ന് ഇതൊന്ന് ക്രോസ് ചെയ്ത് പോകുമ്പോഴേക്കും ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരുന്നത് വലിയ ലക്ഷങ്ങളുടെ നഷ്ടം, ലക്ഷങ്ങളല്ല അതിൽ കൂടുതൽ നഷ്ടം ഞങ്ങൾക്ക് വരാറുണ്ട്. 2 വീലർ കൊണ്ട് പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. കമ്പനി ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ് നമ്മൾ. 10 പ്രാവശ്യം ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോകണം. പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും വണ്ടിയൊക്കെ ബുദ്ധിമുട്ടും ആൾക്കും ബുദ്ധിമുട്ടും, ഭയങ്കര ബുദ്ധിമുട്ടാണ് സംഭവം. കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റി എസ്റ്റിമേറ്റിന്റെ പേരിൽ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്നാണ് ആക്ഷേപം. കരാറുകാരുമായി ബന്ധപ്പെട്ടിട്ടും മറുപടിയില്ല എന്ന് ഉദ്യോഗസ്ഥരും പറയുന്നു. പുതിയ സർക്കാർ ഭരണത്തിലെത്തിയതോടെ തങ്ങളുടെ ദുരിതത്തിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യവസായികൾ. സംസ്ഥാനത്തെ വ്യാവസായിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിന്റെ ഈ ദുരവസ്ഥ വ്യവസായികളെയും മറ്റ് യാത്രക്കാരെയും ഒരുപോലെയാണ് പ്രതിസന്ധിയിലാക്കുന്നത്. യാത്രാ ദുരിതവും അപകട ഭീഷണിയും ദിനംപ്രതി ഉയരുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം. ക്യാമറാമാൻ സുനിലിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, പാലക്കാട്.